108 വർഷം കഴിയുമ്പോൾ പ്രതിഷ്ഠ ചെയ്യേണ്ട ഒരു വിഗ്രഹമാണ്. ഓരോ ശിവരാത്രിക്കും ഓരോ ശിവലിംഗങ്ങൾ ഒന്നിനു മീതെ ഒന്നായി സ്വാംശീകരിച്ച് 108 ശിവലിംഗങ്ങൾ കൊണ്ട് ഒരു മഹാലിംഗമാക്കി പ്രതിഷ്ഠ നടത്തുന്ന മഹാലിംഗമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചിതാഭസ്മമാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത്. മരിച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂറിനകത്ത് ചിതാഭസ്മം കൊണ്ടുവന്ന് ഇവിടെ ആരതി ചെയ്യുക. ആരതി കഴിഞ്ഞു കഴിഞ്ഞാൽ സഞ്ചയനമില്ല, 16 ഇല്ല, 41 ഇല്ല, വർഷബലിയില്ല, ഭഗവാനിൽ ലയിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഉള്ള പ്രത്യേകത. നമശിവായ. ഇത് ഒരു ഉജ്ജയിനിയിൽ പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയ പ്രസിഡന്റിന് കിട്ടിയുള്ള ഒരു അറിവാണ്. ഇവിടെ വന്നിട്ട് ഒരു 9 ഇഞ്ചിൽ ശിവലിംഗത്തിൽ തുടങ്ങി അത് 36 അടി ഉയരത്തിൽ ഈ മഹാലിംഗം പൂർത്തിയാകുന്നത്. ഈ പൂർത്തിയാകുന്ന വേളയിൽ തന്നെ ഇത് 18 വർഷം ചെമ്പ്, 19 വർഷം പഞ്ചലോകം, 18 വർഷം ഇരുമ്പ്, 19 വർഷം പഞ്ചലോകം, അത് കഴിഞ്ഞ് ഈയം, അത് കഴിഞ്ഞ് വെള്ളി, സ്വർണം. ഈ അവസാനത്തെ 5 വർഷം എന്ന് പറഞ്ഞാൽ ചെമ്പ്, ഇരുമ്പ്, ഈയം, വെള്ളി, സ്വർണം. ലാസ്റ്റ് 136 അടി ഹൈറ്റിൽ വരുന്നു. അതായത് 3 നില കെട്ടിടത്തിന് മുകളിൽ ഉയരങ്ങളിലോട്ട് ഭഗവാൻ വരുന്നു എന്നുള്ള സങ്കല്പത്തിൽ നമ്മൾ ചെയ്തു പോകുന്ന ഒരു സംഭവമാണ്. 9 ഇഞ്ചിൽ തുടങ്ങി ഇപ്പോൾ ഇത് 16 ഇഞ്ച് ശിവലിംഗമാണ് ഇരിക്കുന്നത്. ലിംഗം 16 ഇഞ്ചാണ്. അപ്പോൾ പീഠം, കറുക് എല്ലാം ഇതിൽ കൂടെ വരുന്നതാണ്. പക്ഷേ ഇത് ഒരു ഉജ്ജയിനിയിൽ പോയപ്പോൾ നമുക്ക് യാദർച്ഛികമായി തോന്നി. അവിടെ ഒരു സ്വാമി പറഞ്ഞ അടിസ്ഥാനത്തിൽ ഇവിടെ വന്ന് ഈ ശിവരാത്രി നാളിൽ 13 ശിവക്ഷേത്രങ്ങളിൽ ദർശിച്ച് 108 ബാലികാബാല്യന്മാരെ കൊണ്ട് അഭിഷേകം ചെയ്തു. അത് 13 ശിവക്ഷേത്രങ്ങളിൽ സന്ദർശിക്കുക. എല്ലാ ശിവരാത്രിയിലും ഈ 13 എല്ലാ ശിവരാത്രി നാളിലുമാണ് നമ്മളെ ഉത്സവം എന്ന് പറയുന്നത്. ഓം നമഃശിവായ. ഇത് ഒരു ബാലാലയമാണ്. സാധാരണ നമ്മൾ ബാലാലയങ്ങൾ കണ്ടിട്ടുണ്ട് പ്രതിഷ്ഠയ്ക്ക് മുമ്പേ. അത് 1 വർഷമോ 2 വർഷമോ ആയിരിക്കും ബാലാലയമായിട്ട് തുടരുക. ഇത് 107 വർഷം ബാലാലയമായി തുടർന്നിട്ട് 108ാമത്തെ വർഷത്തിലാണ് ഈ ബാലാലയ പ്രതിഷ്ഠ നടക്കുന്നത്. 2018 ബാലാലയ പ്രതിഷ്ഠ നടത്തിയ ശിവലിംഗത്തിൽ എല്ലാ വർഷവും എല്ലാ ശിവരാത്രിക്കും ഓരോ ശിവലിംഗം അതിന് മീതെയായിട്ട് 2125 ആകുമ്പോഴത്തേക്ക് 108 ശിവലിംഗമായി 36 അടി ഉയരത്തിൽ ഒരു പ്രതിഷ്ഠ നടക്കുന്ന ഒരു അപൂർവ ബാലാലയമാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ വന്ന് എല്ലാവർക്കും അഭിഷേകം ചെയ്യാം. ഭക്തരായിട്ടുള്ള ആർക്കും എന്തും അഭിഷേകം നടത്താം. സ്വന്തം കൈയാൽ നമുക്ക് അഭിഷേകം നടത്താം. അതുപോലെ പ്രധാനമായിട്ടുള്ളത് ചിതാഭസ്മ ആരതി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ചിതാഭസ്മ ആരതി നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ ആലോചിക്കും. അത് നമ്മുടെ സമ്മതപത്രം നമ്മൾ ട്രസ്റ്റിന് എഴുതി കൊടുക്കണം. നമ്മുടെ മരണശേഷം ആ ചിതാഭസ്മം ശിവലിംഗത്തിൽ ആരതി ചെയ്യാൻ നമുക്ക് സമ്മതമാണെന്ന് നമ്മൾ എഴുതി കൊടുക്കണം. അങ്ങനെ എഴുതി കൊടുക്കുന്നവരുടെ മരണശേഷം ആ ചിതാഭസ്മം ഇവിടെ ആരതി ചെയ്യുന്നതാണ്. ഇപ്പോൾ 4 ആരതി കഴിഞ്ഞിട്ടുണ്ട്. 4 ചതുർമുഖമാണ് ശിവലിംഗം. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ, ദേവി, അങ്ങനെ 4 മുഖത്തിലാണ് ശിവലിംഗം. ഈ 4 മുഖത്തിലും ഓരോ ആരതി കഴിഞ്ഞിട്ടുണ്ട്. 4 ചിതാഭസ്മ ആരതി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം വരുന്നവർക്ക് ഇവിടെ പാപ്പനംകോട് കൈമനം പാപ്പനംകോട് KSRTC വർക്ക്ഷോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് NH തന്നെയാണ് മഹാലിംഗ ഘോഷയാത്രയുടെ ഈ ബാലാലയം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്ന് നമ്മുടെ ദുഃഖങ്ങൾ ഭഗവാനോട് പറയുകയും നമുക്ക് ഭഗവാന്റെ അടുത്ത് നേരിട്ട് അഭിഷേകം ചെയ്യുകയും പാല്, തൈര്, തേന്, നെയ്യ്, കരിക്ക് എന്തായിരുന്നാലും നമുക്ക് ഭഗവാന് അഭിഷേകം ചെയ്യുകയും ഭഗവാനെ കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കാനും പറ്റുന്ന ഒരു അവസരം ഇവിടെയുണ്ട്. അതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളെയും ഞങ്ങൾ മഹാലിംഗ ഘോഷയാത്ര ട്രസ്റ്റിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഇവിടേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്കാർക്കും നമ്മളെല്ലാവരും ക്ഷേത്രത്തിൽ പോകുന്നവരാണ്. നമ്മൾ ഒരു കാണിക്കെങ്കിലും ഇടാത്ത ക്ഷേത്രങ്ങൾ ഉണ്ടാവില്ല. ഇവിടെ അങ്ങനെ കാണിക്ക ഇടാനോ കാണിക്ക വെച്ച് ഇട്ടിട്ടുണ്ട്, മനസ്സുണ്ടെങ്കിൽ ഇടുക. ദക്ഷിണ കൊടുക്കാനോ ഒരു പൂജാരിയോ അങ്ങനെ ഒന്നുമില്ല. ഇവിടുന്ന് ശിവലിംഗം കൊണ്ടുവരണതിനും ഈ ട്രസ്റ്റിൻ്റെ ആൾക്കാർ ഒരു പൈസ പോലും നിങ്ങളുടെ അടുത്തുനിന്ന് വാങ്ങാറില്ല. ഏത് ക്ഷേത്രത്തിലേക്ക് വിളിച്ചാലും ശിവലിംഗം കൊണ്ടുവരും. ട്രസ്റ്റിലെ ചെലവിൽ തന്നെയാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല, ഭഗവാന്റെ ഭക്തർക്ക് നേരിട്ട് അഭിഷേകം ചെയ്യാൻ ഒരു അവസരം മാത്രമാണ് ഇവിടെ ഒരുക്കുന്നത്. അതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങൾക്കും ഇവിടേക്ക് സ്വാഗതം. ഓം നമഃശിവായ.